നമസ്കാരം. ജ്യോതിർവാണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടവം രാശിക്കാർക്ക് ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 16 വരെ ഈ ഒരാഴ്ച എന്തൊക്കെ ഫലങ്ങൾ എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇടവം രാശിക്കാരെ, ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രമായി തോന്നിയേക്കാം. പക്ഷേ അതിനുള്ളിൽ വലിയൊരു വഴിത്തിരിവിനുള്ള സൂചനകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം ഈ ആഴ്ച വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. ആദ്യം അത് നടക്കുമോ എന്ന് സംശയം തോന്നിയാലും ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായി മാറാൻ തുടങ്ങുന്നതാണ്. സാമ്പത്തികമായി ഒരു ആശ്വാസ വാർത്ത പ്രതീക്ഷിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഈ വാരം ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരം ലഭിക്കാനും നിലവിലുള്ള ജോലിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. എന്നാൽ ഇടവം രാശിക്കാരെ, ഈ ആഴ്ച ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ മുന്നിലുള്ള അവസരം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. ആഴ്ച നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ സാമ്പത്തിക നിലയെയും തൊഴിൽ ജീവിതത്തെയും സ്വാധീനിക്കാൻ സാധ്യത കാണുന്നു. ജോലിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യം ഈ ആഴ്ച കാണുന്നു. ഓഫീസിൽ നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അധിക ഉത്തരവാദിത്വം ലഭിച്ചേക്കാം. ചിലർക്ക് പുതിയ പ്രൊജക്റ്റിൽ ചുമതല ലഭിക്കാം. ആദ്യം കുറച്ച് സമ്മർദ്ദം തോന്നിയാലും പിന്നീട് അതുതന്നെ നിങ്ങളുടെ സ്ഥാനം ഉയരാൻ കാരണമാകും. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വാക്കുകളിൽ നിയന്ത്രണം വേണം. നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് ഈ ആഴ്ച ചില പുതിയ സാധ്യതകൾ തുറക്കപ്പെടാം. നേരത്തെ അപേക്ഷിച്ച ജോലിയിൽ നിന്ന് വിളി വരാനുള്ള സാധ്യതയും കാണുന്നു. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർ നിരാശപ്പെടേണ്ടതില്ല. ഇപ്പോൾ ചെറിയൊരു താമസം ഉണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ് ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. പഴയ ഉപഭോക്താക്കളിൽ ചിലർ വീണ്ടും നിങ്ങളെ സമീപിക്കും. നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു ബിസിനസ് അവസരം വീണ്ടും കൈവരാനുള്ള സാധ്യത കാണുന്നു. വ്യാപാരത്തിൽ പണം വരുന്നത് പോലെ തന്നെ ചെലവും ഉണ്ടാകും. അതുകൊണ്ട് ലഭിക്കുന്ന പണം മുഴുവൻ ഉടൻ മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റാതെ കുറച്ച് ഭാഗം മാറ്റിവെക്കേണ്ടതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. രേഖകളിലും പണം ഇടപാടുകളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരാളുടെ വാക്ക് മാത്രം വിശ്വസിച്ച് വലിയ നിക്ഷേപം നടത്താതിരിക്കുന്നതാണ് ഈ ആഴ്ച നല്ലത്. പ്രത്യേകിച്ച് ഈ ആഴ്ചയുടെ പുതിയൊരു ബിസിനസ് നിർദ്ദേശം ലഭിച്ചാൽ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ടു പോകുക. സാമ്പത്തിക കാര്യങ്ങളിൽ നോക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് പതുക്കെയെങ്കിലും ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. ഏറെ നാളായി കിട്ടാനുള്ള പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ചിലർക്ക് അപ്രതീക്ഷിതമായി ഒരു തുക കയ്യിലെത്താം. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ബാധ്യത കുറയാനും സാധ്യത കാണുന്നു. വായ്പയ്ക്കായി ശ്രമിക്കുന്നവർക്ക് ചില നീക്കങ്ങൾ അനുകൂലമായി വരാം. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. പണം കയ്യിൽ വരുന്നതോടെ അനാവശ്യമായി ചെലവാക്കുന്ന ശീലം ഒഴിവാക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് സമ്പാദ്യമാണ്. ചെറിയ തുകയാണെങ്കിലും മാറ്റിവെക്കുക. ഭാവിയിൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന
ചില ചെറിയ അസ്വസ്ഥതകൾ പതുക്കെ മാറിത്തുടങ്ങും. കുടുംബത്തിലെ മുതിർന്ന ഒരാളുടെ ഉപദേശം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. വീട്ടിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. ചില കുടുംബങ്ങളിൽ വിവാഹം, പുതിയ ജോലി, പഠനം, വീട് മാറ്റം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വാരം ആരംഭിക്കാം. ദൂരെയുള്ള ബന്ധുക്കളിൽ നിന്ന് ഒരു വാർത്ത ലഭിക്കാം. കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുന്നത് കുടുംബത്തിൻ്റെ പിന്തുണ ആയിരിക്കും. വിവാഹിതർക്ക് ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കും. മുമ്പ് സംസാരിച്ച് തീർക്കാതെ മാറ്റിവെച്ചിരുന്ന ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഇത്തവണ അത് വഴക്കിലേക്ക് പോകാതെ പരിഹാരത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കാണുന്നു. ജീവിത പങ്കാളിയുടെ അഭിപ്രായം മാനിക്കുക. ഒരുമിച്ച് ഒരു സാമ്പത്തിക തീരുമാനമോ യാത്രയോ കുടുംബപരമായ പദ്ധതിയോ ആസൂത്രണം ചെയ്യാൻ സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ കാര്യത്തിലും ആശ്വാസകരമായ വാർത്തകൾ ഈ വാരം ലഭിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ബന്ധുക്കൾ വഴി നല്ലൊരു ആലോചന വരാൻ സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർ ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരും. ഇതുവരെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും. സംശയം, അമിതമായ പ്രതീക്ഷ, പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തു പറയൽ എന്നിവ ഈ വാരം നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതെല്ലാം വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും തമ്മിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിവാഹത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച നല്ലൊരു ചർച്ച നടത്താൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതായി കാണുന്നു. മുമ്പ് ബുദ്ധിമുട്ടായി തോന്നിയിരുന്ന വിഷയങ്ങൾ വീണ്ടും പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിലും അനാവശ്യ കാര്യങ്ങളിലും സമയം കളയാതിരിക്കുക. വിദേശ പഠനത്തിനോ ഉയർന്ന വിദ്യാഭ്യാസത്തിനോ ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ഈ വാരം ലഭിക്കാം. നിങ്ങളുടെ ശ്രമം തുടർന്നാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ശരീരത്തെ അവഗണിക്കാതിരിക്കുക. ഉറക്കക്കുറവ്, ക്ഷീണം, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവപ്പെടുന്നവർ വിശ്രമത്തിന് പ്രാധാന്യം നൽകണം. സമയത്ത് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും സാധിക്കുന്നവർ രാവിലെ ചെറിയ നടത്തം ശീലമാക്കുകയും ചെയ്യേണ്ടതാണ്. യാത്ര ചെയ്യുന്നവർ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ചെറിയൊരു അശ്രദ്ധ പോലും ഒഴിവാക്കുന്നതാണ് ഈ ആഴ്ച നല്ലത്. ഇനി ഇടവം രാശിയിലെ 3 നക്ഷത്രക്കാരുടെ കാര്യം പ്രത്യേകം നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലിയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ നടത്തിയ പരിശ്രമം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. സാമ്പത്തികമായി ചെറിയൊരു നേട്ടം ഈ വാരം ലഭിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധ്യത കാണുന്നു. ദേഷ്യത്തിൽ സംസാരിക്കുന്ന ശീലം നിയന്ത്രിക്കേണ്ടതാണ്. ഒരു വാക്ക് വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കുറച്ചുകൂടി ശക്തമായ അനുകൂല ഫലങ്ങളാണ് കാണുന്നത്. ഏറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ ഈ ആഴ്ച മുന്നേറ്റമുണ്ടാകാം. ജോലി, സാമ്പത്തികം, കുടുംബം എന്നീ 3 മേഖലകളിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയൊരു അവസരം നിങ്ങളുടെ മുന്നിലെത്തിയാൽ അത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. ചില രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യത കാണുന്നു. വിവാഹ ആലോചനകൾ നടക്കുന്നവർ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാവാം. മകയിര നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. ഈ ആഴ്ചയുടെ 2ാം പകുതിയോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാം. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരം ലഭിക്കാം. സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിക്കുക. സുഹൃത്ത് വഴിയോ പരിചയക്കാരൻ വഴിയോ ലഭിക്കുന്ന ഒരു വിവരം നിങ്ങൾക്ക് ഗുണകരമായി മാറാനുള്ള സാധ്യത ഈ വാരം കാണുന്നു.
പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി ഈ ആഴ്ചയിലെ ഭാഗ്യസൂചനകൾ: ഇടവം രാശിക്കാർക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കൂടുതൽ അനുകൂലമായ ദിവസങ്ങളായിരിക്കും. വെള്ള, ഇളം പച്ച തുടങ്ങിയ നിറങ്ങൾ ഈ ആഴ്ച നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ ആഴ്ചയിലെ ഭാഗ്യ നമ്പർ 6. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം: ഈ ആഴ്ച വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭഫലം നൽകുന്നതാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നതും ശുഭഫലം നൽകും. ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുകയോ ആവശ്യക്കാരനെ സഹായിക്കുകയോ ചെയ്യുക. ഇത്തരം സൽക്രമങ്ങൾ മനസ്സിന് സമാധാനവും പോസിറ്റീവ് ചിന്തയും നൽകുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകാൻ സാധ്യത കാണുന്നു. എല്ലാം ഒറ്റയടിക്ക് സംഭവിക്കണമെന്നില്ല. നിങ്ങൾ കാത്തിരുന്ന കാര്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി മുന്നോട്ട് വരാനുള്ള സാഹചര്യം കാണുന്നു. പ്രത്യേകിച്ച് ജോലി, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ പ്രതീക്ഷ കൈവിടരുത്. ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നാൽ ഭയന്ന് പിന്മാറാതെ അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളെ ഭാഗ്യം തേടിയെത്തുന്നതിനേക്കാൾ നിങ്ങൾ ശരിയായ തീരുമാനങ്ങളുടെ ഭാഗ്യത്തെ സ്വന്തമാക്കുന്ന സമയമായിരിക്കും. ഇടവം രാശിക്കാരെ, നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിൽ എഴുതൂ. ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നും പറയൂ. നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഇടവം രാശിക്കാരായ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു രാശിഫലവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.